ഹലോ ആമാരി. അപ്പൊ കല്യാണത്തിന് രണ്ടാമത്തെ ദിവസമാണ്. വീട്ടിൽ ഞാനും ഇക്കാക്ക ഉമ്മ എല്ലാവരും ഉണ്ട്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ ഫുൾ വൈറ്റ് ആണ്, ഇക്കാക്ക ഫുള്ള് ബ്ലാക്ക് ആണ് ഇട്ടത്. അനീസി ഇന്നും കാത്തുക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. ഉമ്മ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഒന്നും നോക്കില്ല, പെട്ടെന്ന് ഇറങ്ങി. ഒരു മണി 1:30 ആകുമ്പോഴത്തേക്ക് നമ്മുടെ കല്യാണ ഹാളിൽ എത്തിക്കണ്. അവിടെ കല്യാണമൊക്കെ തുടങ്ങി. ഫ്രണ്ട്സ് എല്ലാവരും ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. കല്യാണപ്പണി ചെക്ക വരുന്നതിൻ്റെ ഒരു പ്രിപ്പറേഷനിലാണ്. ചെറിയൊരു ടച്ചപ്പും കാര്യങ്ങളായിട്ടാണ് ഇരിക്കുന്നത്. അവിടെ പ്യാപ്പിൾ ഇറങ്ങിയ സൗണ്ട് കേട്ടിട്ടാണെന്ന് അറിയില്ല, അവർക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഓൾഡ് അകത്താണ് നമ്മൾ ഇരിക്കണമെങ്കിൽ പ്യാപ്പിൾ വരുന്ന സൗണ്ട് നമുക്ക് ദൂരത്തുനിന്നേ കേൾക്കാട്ടോ. നമ്മളെ കൂട്ടത്തിലൊരു കല്യാണം ഉണ്ടാവുകയാണെങ്കിൽ ഇതുപോലെ പാട്ട് ഡാൻസ് ഇല്ലാത്തൊരു കല്യാണം ഒരിക്കലും ഉണ്ടാവൂല. പ്യാപ്പിൾ വന്ന സന്തോഷത്തിൽ അവളിവിടെ ഇരുന്ന് ഒളിഞ്ഞിരുന്ന് കാണാം. മുഖം കണ്ടാൽ തന്നെ അറിയാലോ, നല്ല സന്തോഷം ഉണ്ട് അവൾക്ക്. പുറത്തത്തെ കളിയൊക്കെ കഴിഞ്ഞ് സ്റ്റേജിലേക്ക് അങ്ങോട്ട് കയറിയപ്പോ ചെക്കന്മാരൊക്കെ പിടുത്തം വിട്ട്. ജിത്തു, അനസു എല്ലാരും കൂടി ഒരു നാടകമായിരുന്നു അവിടെ. ചെക്കന്മാർ ഡാൻസും പാട്ടും ഒക്കെ കഴിഞ്ഞപ്പോ ഷിഫാനിനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ അവരെല്ലാരും പറഞ്ഞു. അങ്ങനെ ആ കൊണ്ടുവന്ന് വരുത്താട്ടത്. ഈ മുന്നിൽ ഡാൻസ് കളിക്കുന്ന ആളാട്ടോ നമ്മളെ കല്യാണത്തിന്റെ മെയിൻ ആള്. അനസി എന്നാണ് പേര്. നമ്മളെ യുകെട്ടിമത്തെ ചെക്കന. ആണില്ലെങ്കിൽ പിന്നെ കല്യാണം തന്നെ വെറുതെയാണ്. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഷിഫാനോട് സുബുനോട് പോവാന്ന് പറഞ്ഞ് ഇറങ്ങി. പിന്നെ ഫ്രണ്ട്സുകളെ കണ്ട് നീനോനി നജനി എല്ലാരും കണ്ട് അവിടെ നിന്ന് ഇറങ്ങി. ഹോളത്തെ ടൈം ആകുമ്പോൾ അവരെല്ലാവരും കൂടി പിടിച്ച് നമ്മൾ പുറത്താക്കി. പക്ഷെ നമ്മൾ വിട്ടെടുത്തില്ല കേട്ടോ. അവിടെ നിന്ന് അങ്ങോട്ട് ഫോട്ടോഷൂട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി. നമുക്ക് വേറൊരു കല്യാണത്തിനും കൂടെ പോകാനുണ്ടായിരുന്നു. പിന്നെ പോണ വഴിക്ക് നല്ല ദാഹം ഉണ്ടായതിനെ കൊണ്ട് ബീച്ച് റോഡിൽ നിർത്തി കരിമ്പ് ജ്യൂസ് ഒക്കെ കുടിച്ച് സെറ്റായിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയത്. രണ്ടാമത്തെ കല്യാണമല്ല, അവിടെ പോയിട്ടും വേണ്ട ഫുഡ് കഴിക്കാം. അങ്ങനെ രണ്ടാമത്തെ കല്യാണ ഹാളിലെത്തി. ആരും വന്നിട്ടില്ല, നമ്മളാണ് നേരത്തെ വന്നത്. പിന്നെ പെണ്ണിനെ കാത്തു നിന്നിട്ടാണ് കുറച്ചു നേരം വൈകിയത്. പെണ്ണെത്തി, ഉമ്മാനെ കണ്ട് സംസാരിച്ച് പെട്ടെന്ന് ഇറങ്ങി. ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഓൾറെഡി സബുവിന്റെ വീട്ടിൽ നിന്ന് കഴിച്ചതിനെ കൊണ്ട് ഇവിടുന്ന് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. പെട്ടെന്ന് വീട്ടിലെത്താന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വണ്ടിയിൽ അങ്ങനെ പെട്രോൾ തീർന്നിരിക്കുകയാണ്. ഒരു 1.5 മണിക്കൂറാണ് അവിടെ വെയിറ്റ് ചെയ്ത്. കാരണം ബൈപ്പാസ് നല്ല ബ്ലോക്ക് ആയതിനെ കൊണ്ട് അവനക്കും കൊണ്ട് വരാനൊന്നും കഴിഞ്ഞില്ല. ബോട്ടിൽ പെട്രോൾ കിട്ടാത്തതിനോട് അവന് ഫുൾ ടാങ്ക് ആക്കി കൊണ്ടുവന്ന് ഇവിടുന്ന് പെട്രോൾ ഊറ്റിയതാണ്. പിന്നെ കാറിലേക്ക് അത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ.